നമസ്കാരം. മായമില്ലാത്ത ഭക്ഷണം ന്യായവിലയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് ഞാനീ പറയുന്ന മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനാമോട്ടോയിലും മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്. ആ കാശിന് വേണ്ടി മാത്രം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാനാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും, വിശന്ന് കാശില്ലാതെ വരുന്നവർക്ക് കൊച്ചിയിൽ ഞങ്ങൾ ഏത് ബ്രാഞ്ചിലായാലും ഫ്രീ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അരി എത്തിക്കാനും ശ്രമിക്കുന്നത്, മുടക്കാൻ ശ്രമിക്കുന്നില്ല. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചോളൂ. എന്തെങ്കിലും ഉപകാരം ചെയ്തോളൂ. നാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ അല്ലേ? അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഉപകാരം ചെയ്യൂടെ? ഓപ്പൺ കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നിന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതെന്റെ പാരമ്പര്യം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ടിട്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ മൃണാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ്. മൃണാലിന് ഇൻട്രൊഡക്ഷൻ ആർക്കും ആവശ്യമുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യാം. 2 ദിവസം മുന്നേ മൃണാലിൻ്റെ ചാനലിലൂടെ ഒരു ലൈവ് പോയിരുന്നു. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പല പല മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നു. അതായത് ഞാൻ ഹോട്ടൽ തുടങ്ങിയത്, ഹംഗ്രി മൃണാൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ഒരു മണ്ടത്തരാണ്, അവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ മണ്ടത്തരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലൊരു വീഡിയോ ചെയ്യുന്നു. ഇതിനെ പല ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തത് സീക്രട്ട് ഏജൻ്റാണ്, സായിയാണ്. അപ്പോൾ സായി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി, അല്ലെങ്കിൽ സായിക്കുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഈ മൃണാൽ ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ ആ പോർഷനിൽ കേട്ടിട്ടുള്ളത്. പക്ഷേ പല ആൾക്കാരും, സായി അല്ലാതെ പല ആൾക്കാരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇവിടെ ഹംഗ്രി മൃണാലിൻ്റെ ഹോട്ടലിൽ പൂട്ടി പോകുന്നു, ഇയാൾക്ക് പണി അറിയില്ല, സ്വയം അയാൾ ആയുധം വെച്ച് കീഴടങ്ങി, അയാൾ മണ്ടനാണെന്നുള്ളത് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ലൈവ് കണ്ട സമയം, ഞാൻ ലൈവിൻ്റെ ആ പോർഷൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ആ സമയം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. പക്ഷേ ഞാൻ ആ ലൈവ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മാത്രമായിരുന്നു ആ വീഡിയോ. മാർക്കറ്റിംഗ് ആർക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് മൃണാലിൻ്റെതായ രീതിയെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പ്രത്യേക രീതിയിൽ മൃണാൽ ചെയ്തു. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നോക്കൂ, നമ്മളിപ്പോൾ ഏറ്റവും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള കാലമാണല്ലോ അല്ലേ? ഒരു വിഷയം 4 ആളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ എത്തുക. അഡ്വർടൈസ്മെൻറ്റ്സോ TV ന്യൂസ് അങ്ങനെയൊന്നും, ന്യൂസ് പേപ്പറോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാര്യം ഒരാളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു നെഗറ്റീവ് എലിമെൻ്റാണ്. ചെറിയൊരു നെഗറ്റീവ് ആസ്പെക്ട്, നെഗറ്റീവ് ഷെയ്ഡ്, അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ എല്ലാവരിലേക്കും സ്പ്രെഡ് ആവും. അപ്പോൾ മൃണാൽ പല ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും മൃണാൽ ഇന്നലത്തെ ലൈവിൽ ഒരു നെഗറ്റിവിറ്റി മിക്സ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ കാഞ്ഞ ബുദ്ധിയിലുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ഇന്നലെ മിനിയാന്ന് മൃണാൽ ചെയ്തിട്ടുള്ള ആ ഒരു ലൈവിലൂടെ ചെയ്തിട്ടുള്ളത്. കാരണം അതിൽ ഈ ഒരു എലിമെൻ്റ് ഉള്ളത് കൊണ്ട് സീക്രട്ട് ഏജൻറ്റ് സായി മുതൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ വരെ ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുന്നതോടുകൂടി അയാൾ എന്ത് പേർപ്പസ് ആണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, മൃണാൽ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തിയാണ്, എന്താണോ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്തായിരുന്നു തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം, അത് വളരെ കൃത്യമായിട്ട് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പിൽ ഇയാൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഭക്ഷണം നല്ലതാണ് പക്ഷെ മൃണാലും ഉണ്ടാൻ പാടില്ല. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് സായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ സായിയുടെ വീഡിയോയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇയാളുടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയി ഭക്ഷണം കഴിച്ചിരുന്നു, ഭക്ഷണം നല്ലതാണ്, കോൺസെപ്റ്റ് നല്ലതാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇയാളുടെ സംസാരത്തിനാണ് പലരും കുറ്റപ്പെടുത്താറ്. എനിക്കും അതെ, പേഴ്സണലി ഇയാളുടെ സംസാരം അത്ര ആർക്കും ഇപ്പോൾ ആരും അങ്ങനെ ഇഷ്ടപ്പെട്ടോളുന്നില്ല. ഇപ്പോൾ എൻ്റെ നിങ്ങൾക്കും പല ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടോളുന്നില്ല, നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടോളുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് അരോഗൻസ് നിറഞ്ഞിട്ടുള്ള, ഭയങ്കര അരഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മൃണാൽ. ഒരുപക്ഷെ ചിലപ്പോൾ അയക്കതിനുള്ള കഴിവുണ്ടായിരിക്കാം, പക്ഷെ എന്നാലും എനിക്ക് ഐ പ്രിഫർ ടു ബി ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് അയാളുടെ സംസാര രീതിയും കാര്യങ്ങളും ഇഷ്ടമല്ല.
പോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, ഭക്ഷണം നല്ലതാണ്, പക്ഷെ ഞാൻ മിണ്ടരുത്, എൻ്റെ വായ അടുപ്പിക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മൃണാൽ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ വീഡിയോ മൃണാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഹംഗ്രി മൃണാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിനെ കുറിച്ച്, പുള്ളിയുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പുള്ളി ഫസ്റ്റ് കാണിച്ചിട്ടുള്ളൊരു ക്ലിപ്പിൽ തുപ്പൽ കൂട്ടി ക്യാമറയൊക്കെ തുടച്ചുകൊണ്ട് പുള്ളി ഒരു ലൈവ് ചെയ്തു. ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാം. സ്റ്റാർട്ടിങ് തന്നെ തുപ്പലൊക്കെ എടുത്തിട്ട് ക്യാമറയൊക്കെ തുടച്ചിട്ട് ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള പ്രസൻറ്റേഷനോ കാര്യങ്ങളോ സംസാരം എനിക്ക് അയാളുടെ ഇഷ്ടമല്ല. അതാണ് ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ ഒരു പേഴ്സണൽ ഇതായിരിക്കാം, ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ ലൈവിൽ വന്നിട്ട് ഇയാളുടെ ഹോട്ടലിൽ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ നെഗറ്റീവ് ഷെയ്ഡോടുകൂടി അവതരിപ്പിച്ചു. ഫോർ എക്സാമ്പിൾ, ഓണാണ് വരാൻ പോകുന്നത്, ഓണത്തിന് ഇവർ കൊടുക്കാൻ പോകുന്നത് 189 രൂപയുടെ സദ്യ എന്തോ ആണ്. ഇപ്പോൾ ഇതുപോലും, ഇപ്പം ഞാനീ സംസാരിക്കുന്നത് പോലും മൃണാലിന് അല്ലെങ്കിൽ ഹംഗ്രി മൃണാലിനുള്ള വളരെ നല്ല ഒരു ഫ്രീ പ്രൊമോഷൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നില്ല, ഒരു ഇതിങ്ങനെ ആൾക്കാരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ആവും ചെയ്തത്. അതാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അല്ലാണ്ട് മൃണാലിന് പണി അറിയില്ല, മൃണാൽ പൂട്ടി പോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ നുണ പറയുന്നത്, അതൊന്നല്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. കാരണം മൃണാൽ പറയുന്നുണ്ട് 39 രൂപയ്ക്ക് ഞാൻ ഊണ് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ചെയ്തത് തെറ്റാണ്. ഓപ്പൺ കിച്ചൺ ഞാൻ കൊണ്ടുവന്നു, അവിടെ ഗ്ലാസ് ഇട്ടു, അത് AC ആക്കി, അത് ഞാൻ ചെയ്തത് തെറ്റാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ഗ്ലാസ് ബോട്ടിൽസിൽ ഞാൻ ഭക്ഷണം കൊടുത്തു വിടുന്നുണ്ട്, അത് ഞാൻ ചെയ്തത് തെറ്റാണ്. ഈ ഒരു രീതിയിലാണ് ഇയാളത് അവതരിപ്പിക്കുന്നത്. വളരെ കൃത്യമായിട്ട്, വീണ്ടും പറയുന്നു, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവരും ഇത് മൃണാൽ ഹോട്ടൽ പൂട്ടാൻ പോകുന്നു, ഇവൻ ഇയാൾ കഴിവേട്ടവനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമായിട്ട് മൃണാൽ വന്ന് പറഞ്ഞിട്ട്, ഞങ്ങളത് പൂട്ടാനൊന്നും പോകുന്നില്ല, ഓണത്തിന് 189 രൂപയുടെ സദ്യ കഴിക്കാൻ ഞാൻ കാനഡയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവിടെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ലൈവിലുള്ള ചില കാര്യങ്ങൾ പറയാം, പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ക്യാമറ തുടക്കുന്ന സീൻ കേട്ടോ, ഇതാണ് ഫസ്റ്റ്. ഈ ഒരു സിങ്ങിനാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. തുപ്പലിങ്ങനെ തോണ്ടിയിട്ട്, ഞാനിപ്പോൾ ഇത്ര അധികം വീഡിയോസ് ഇപ്പോൾ ഞാൻ ചെയ്തു, ഞാൻ ഇപ്പോൾ ഒരിക്കൽ പോലും ഇതാണ് എനിക്ക് ഇതുപോലത്തെ, എനിക്കറിയില്ല, നമുക്ക് അത് അയാളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എന്തായാലും മൃണാൽ എന്താ പറയുന്നത്? ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് വേണ്ടി തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ, ഒരിക്കലും തുറന്നിടാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ, ഇത്രയധികം ലക്ഷങ്ങൾ ഒരുപാട് കാശ് മുടക്കിയിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞാൻ ചെയ്തത് മണ്ടത്തരാണ്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇയാൾ പറയുമായിരുന്നു. രണ്ടാമത്തത് ഓപ്പൺ കിച്ചണൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലേ, പക്ഷേ ഓപ്പൺ കിച്ചൺ ഒരുപാട് സ്ഥലത്തുണ്ട്, ഓപ്പൺ കിച്ചൺ കണ്ടുപിടിച്ച ഇയാളല്ല. പക്ഷേ സംസാരം കേട്ട് കഴിഞ്ഞാൽ അത് മറ്റാൾക്ക് തോന്നിപ്പോകും, ഓപ്പൺ കിച്ചൺ കണ്ടുപിടിച്ചത് നീ മാത്രമാണല്ലോ, നിൻ്റെ അവിടെയാണല്ലോ ഓപ്പൺ കിച്ചൺ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് നെഗറ്റീവ് ഷെയ്ഡ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മൃണാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വരുന്നത്. ശ്രദ്ധിച്ചോളൂ. അവിടെ നടക്കുന്ന എന്താണ് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ശരിയല്ലേ, എന്തിനാ കേട്ടോ ഓപ്പൺ കിച്ചൺ നല്ല ഭക്ഷണം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി. ഇതൊരു നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ്, വളരെ ക്ലെവർ മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ചർച്ച ചെയ്തു. എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറൻറ്റിന് ആരാ മേടിക്കുന്നില്ല? അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സ്ട്രാപ്പ് പോലും വെക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും അതിനെ പറ്റി ഒരു പരാതി ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നു എന്താ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം ന്യായ വിലക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടല്ലേ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ആരും ഇങ്ങനെ വേട്ടയാടിയതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കും. ചോറും സാമ്പാറോ ഒഴിച്ചേറി എന്താണെന്ന് വെച്ചാൽ അത് അച്ചാറ്, പപ്പടം എല്ലാം അൺലിമിറ്റഡ് ആയിട്ട്, ചോറും കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള മീൽസ് 39 രൂപയ്ക്ക് കൊടുക്കും. അപ്പം ഞാനിത്രേ ആലോചിച്ചുള്ളൂ, പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അതിവിടെ കാനഡയിലായാലും അതെ നാട്ടിലായാലും അതെ, ഈ വെള്ളപ്പൊക്കവും ഒക്കെ അതിൻ്റെ മോളിൽ കൂടിയിട്ടാണ്. അത് ഗതികെട്ടോ മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ വരുന്നത്. നാട്ടുകാർ അവർ പൈസ ഇല്ലാതെ ഞാനടക്കം നിങ്ങളടക്കം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നതിനെതിരെയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ചെയ്യാൻ പാടില്ല. AC റെസ്റ്റോറൻറ്റിൽ ഒരാൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. നാട്ടിലെ ചെറിയ ഊണ് കടകളിൽ ഇപ്പോൾ ഒരു 80 രൂപ 90 രൂപ 70 രൂപയൊക്കെയാണ് ഊണിന് കൊച്ചിയിൽ. ഇനി ഇവനാരാ 39 കൊടുക്കുക? ഇവനെന്തിനാ ഈ വളരെ കൃത്യമായിട്ട് AC റൂമിൽ 39 രൂപയുടെ ഊണ് അയാൾ കൊടുക്കുന്നു എന്നുള്ളത് ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അയാളുടെ കച്ചവടം കൂടുള്ളൂ. ഇനി വളരെ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് വളരെ എന്താ പറയുക, ഇയാൾ സൂത്രശാലിയായ കുറുക്കെന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്ലെവർ മാർക്കറ്റിംഗ്. എനിക്കിഷ്ടപ്പെട്ടു സീരിയസ്ലി.
മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഞാനിവിടെ 39 രൂപയ്ക്ക് കൊടുക്കുന്നു, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞേക്കാളും കൂടുതൽ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പം ഞാൻ പോലും ഇത് പറയുന്നു. ഒരുപാട് പേര്, എനിക്കൊന്നിനും 10-25 ആൾക്കാർ ഇത് ഈ ഒരു വിഷയം എടുത്തിട്ട് വീഡിയോ റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്തതിൽ നിന്ന് ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള, എനിക്കിഷ്ടപ്പെട്ടു ഇയാളുടെ ബുദ്ധി, മാർക്കറ്റിംഗ്, ഈ ഇതിന് മാർക്കറ്റിംഗ് ബുദ്ധി ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഓണാണ് വരാൻ പോകുന്നത് അല്ലേ, ഓണസദ്യ ചർച്ചയാവുന്ന വിഷയമാണ്. അപ്പോൾ അതുപോലും ഇയാൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇറക്കാണ്. ആ ഒരു സാധനം ഇറക്കി കഴിഞ്ഞു. പിന്നെ ബാക്കി ശരിയാണ്, ചെയ്യാൻ പാടില്ല, തെറ്റാണ്, ആബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്. ഞാനതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് പറയുന്ന പൈസയും തന്ന് സുഖമായിട്ട് പോയേനെ. അങ്ങനെയല്ലേ നാട്ടിൽ സാധാരണ നടക്കുന്നത് എന്നാണ് എന്നോട് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ ചോദിക്കുന്നത്. ശരിയല്ലേ? അതല്ലേ നടക്കുന്നത്? ഞാൻ എന്തിനാണ് ഇതിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ 50 ലക്ഷം ചിലവാക്കുക, എന്നിട്ട് അതിന് വെള്ളം ഉണ്ടാക്കുക, വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക, മറ്റേ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുക, എന്നിട്ട് സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല വീട് വാടക എടുക്കുക. ഭയങ്കര മണ്ടത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കേട്ടോ. ഓരോ സാധനം പറഞ്ഞു വയ്ക്കുന്നുണ്ടോ, സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് കുറേ വീടുണ്ടാക്കുക. എന്തൊരു മണ്ടത്തരാണ് അല്ലേ. ഉറക്കാ. അതെ, ഇപ്പോൾ ഈ അവസാനം ചെയ്ത്, അതായത് 4 ദിവസം മുമ്പാണ് നമ്മളത് ചെയ്ത് തുടങ്ങി. 4-5 ദിവസം മുമ്പ് 39 രൂപയ്ക്ക് ചോറ്. അതിനുശേഷം ഉള്ള പ്രചരണങ്ങളെ പറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞാണല്ലോ. പിന്നെ നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഓണസദ്യ 189 രൂപയ്ക്ക് ആണ് ഞങ്ങൾ ബുക്കിംഗ് എടുത്ത് തുടങ്ങിയത്. എൻ്റെ അമ്മോ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഇതാണ് ഐറ്റം. നമ്മുടെ ഈ പ്രാവശ്യം മെയിൻ മാർക്കറ്റിംഗ് ഐറ്റതാണ്. 189 രൂപയ്ക്ക് അവരെ ഓണസദ്യ കൊടുക്കാൻ പോവുകയാണ്. അതിപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്, ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. ബ്രില്യൻറ്റ് ഗൈ. ഇത് ബ്രില്യൻറ്റ് ഗൈ നല്ല, ആൾ ബ്രില്യൻ്റ് ആണ്, പക്ഷേ ബ്രില്യൻറ്റ് മാർക്കറ്റിംഗ് വളരെ കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോരുത്തരും എടുത്ത് പറയുകയാണ്. ഞാൻ ഇത് എത്ര പേര് കാണുന്നുള്ളത് എനിക്കറിയില്ല. ഈ കാണുന്നവരിലേക്കൊക്കെ ഇത് സാധനം രജിസ്റ്റർ ആവുകയാണ്. 189 രൂപയ്ക്കുള്ള പ്രശ്നങ്ങൾ പലരുടെയും കേട്ടാൽ ചെയ്യാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര മണ്ടത്തരും, ഭയങ്കര തെറ്റും, ഭീകര തെറ്റാണ് ചെയ്തത്. വളരെ നന്നായിട്ട് അങ്ങനെ ഇത്രയധികം പണം ചെലവാക്കി. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ, എന്തോ 2.5 ലക്ഷം രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറൻറ്റിൽ. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ. ഈ ഗ്ലാസ് ഇടുന്ന പൈസ ആവില്ല. മാസം ഇങ്ങനെ ഇത്രയധികം. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുക? നിന്നോട് ഞങ്ങൾ പറഞ്ഞോടാ അവിടെ ഗ്ലാസ് ഇടാൻ അതല്ലേ ചോദിക്കുള്ളൂ. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് കാണുന്ന സമയത്തേ അതിലിങ്ങനെ എഴുതി വെക്കില്ലേ. അപ്പം ഇന്ന് ഞാനൊരു ഇത് കണ്ടു, വളരെ കൃത്യമായിട്ട് പോർഷെ കാറാണെന്നുള്ളത് മനസ്സിലാവുമ്പോൾ പിന്നെ ലാംബോർഗിനിയിൽ കയറിപ്പോകുന്ന ആളെ കണ്ടില്ലേ എന്ന് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, എടാ പൊട്ട ക്യാമറാമാനെ, പോസ്റ്റ്മാനെ, ഇത് ലംബോഗിനിയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആൾക്കാർ അതിൻ്റെ ഡീപോയിട്ട് ലംബോഗിനി എന്ന് എഴുതുമ്പോൾ ഇത് ട്രെൻഡിങ് ആവും, ഇത് ഭയങ്കര എൻഗേജ്മെൻറ്റ് വരും. അല്ലെങ്കിൽ ഇത്രയും ക്യൂട്ട് ലുക്കിൽ വരുന്ന ആളെ മനസ്സിലായോ എന്നൊക്കെ തിരിച്ചിട്ട്, അല്ല പോകുന്ന ആളെ മനസ്സിലായി വെച്ചിട്ട് ബാക്ക് മാത്രമേ കാണിക്കണ്ടാവുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ അടിയിൽ ബാക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതേ സെയിം സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട്. നിന്നോട് ആരെയും ക്ലാസ് ഇടാൻ ഞങ്ങൾ പറഞ്ഞോ, നിൻ്റെ സ്റ്റാഫിന് നല്ല താമസം കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞോ, ഞങ്ങളുടെ പ്രശ്നമാണോ? അതൊന്നും സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കില്ലേ, കമൻറ്റ്സ് എഴുതും, ആൾക്കാർ റിയാക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കണ്ട. ആരാ ചോദിക്കുക? ഈ കിച്ചനകത്ത് എന്താ നടക്കുന്നത് ആരാ ചോദിക്കുക? ആരെങ്കിലും ചോദിക്കുമോ? ഞാനെന്തിനാ ഈ മറ്റേ ഗ്ലാസ് ഇട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മുഴുവൻ ആൾക്കാരെല്ലാം കാണുന്നത് ഞാനെന്തിനാ വാശി പിടിക്കുന്നു? സോ അത് ഇല്ലല്ലേ, ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അതിന് ശേഷമാണ് ഈ പ്രശ്നം മുഴുവൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ അബ്സല്യൂട്ട്ലി മൈ ഫോൾട്ട്, എൻ്റെ മാത്രം തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ലായിരുന്നു. എനിക്ക് തന്നെ അറിയാവുന്ന എന്തൊക്കെ വഴികളുണ്ടെന്നറിയും. ഭക്ഷണം എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് കലക്കി നാട്ടുകാർക്ക് കൊടുത്തിട്ട് പൈസ മേടിച്ച് പെട്ടിയിലിടാൻ പറ്റുന്ന എന്തൊക്കെ വഴികൾ എനിക്ക് തന്നെ, ഞാൻ തന്നെ നേരിട്ട് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള എന്തൊക്കെ വഴിയും ആദ്യം ചെയ്ത് ആ പൈസ എടുത്ത് സമാധാനമായിട്ട് ഞാനായാലും ഇൻവെസ്റ്റ് ചെയ്തവരായാലും എല്ലാവർക്കും സുഖമായിട്ടിരിക്കായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇത് അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ വെറുപ്പിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. അവർ വെറുതെ ഇരിക്കില്ല, അവർ അത് നോക്കിക്കൊണ്ട് നിൽക്കില്ല, അവർ ഇതിനെതിരെ എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ആഞ്ഞടിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ ആരും അങ്ങനെ ആഞ്ഞടിച്ചിട്ടല്ല. അപ്പോൾ ആ ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്തു. എല്ലാവരും ആഞ്ഞടിക്കുകയാണെന്നുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്തു. നല്ലത് ഞാൻ കൊടുക്കുമ്പോൾ എന്നെല്ലാം എതിർക്കുകയാണ്. മെടുക്കാ. ഞാൻ കുറച്ച് നേരത്തെയാണ് ആ ഫോൺ വെച്ചത്. അയാൾ എന്നോട് ചോദിച്ചത് ശരിയല്ലേ, അഗ്രിമെൻ്റ് പകുതിയിൽ കൂടുതൽ ഓൺ ചെയ്യുന്നത് ഞാനും അയാളും മാത്രമാണ്. അങ്ങനെ അയാൾ കൂടിയിട്ടാണ്, ബാക്കി പകുതിയാണ് വേറെ ഞങ്ങളുടെ അങ്ങനെയുള്ള ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അന്വേഷിച്ച് വന്ന് ബാക്കിയുള്ളവർ ഓൺ ചെയ്യുന്നത്. എല്ലാവരോടും ഞാൻ ചെയ്തിട്ടാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ അത്രയധികം പൈസ വേസ്റ്റാക്കി? എന്തിനാ ഇപ്പോഴും പൈസ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്തിന്? ചെയ്യാൻ പാടില്ല. അയ്യോ, ഒന്നും ചെയ്യാനേ പാടില്ല. ചുറ്റുമുള്ള കുട്ടികൾക്ക് 4 നേരത്തെ ഭക്ഷണം 5000 രൂപ പോലും വാങ്ങിക്കാതെ കൊടുക്കുക. ചായ കുടിക്കേണ്ട ആളുകൾക്ക് ടീ ക്ലബ് ഉണ്ടാക്കിയിട്ട് 2 ചില്ലറ ഉറപ്പിക്ക് ചായ കൊടുക്കുക. അതൊന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളിപ്പോൾ ഒരു 1-2 മാസമായിട്ട് ഗ്ലാസ് ജാറുകളിലാണ് ഡെലിവറി ടേക്ക് അവേ ഫുഡ് പാക്ക്. അപ്പോൾ കുറച്ച് വലിയൊരു ഗ്ലാസ് ജാറിന് 10-40 ചില്ലറ രൂപ വിലയുണ്ട്. അതിന് GST അതിൻ്റെ മുകളിൽ, അത് GST 18% എങ്ങനെയാണ് ഗ്ലാസ് ജാറിന്. സോ മേ ബി 50 രൂപയുടെ മേലെ വരുമായിരിക്കും. ഏറ്റവും ചെറിയ ഗ്ലാസ് ജാറിന് പോലും 15-20 രൂപ വിലയുണ്ട്. ഈക്കോ ഫ്രണ്ട്ലി ആക്കാൻ നടക്കുക.
മറ്റേ ഐ മീൻ എന്തൊരു പൊട്ടനല്ലേ ഈ എടാ കള്ള. ബ്രില്യൻ മാർക്കറ്റിംഗ്, വേറെ ഒന്നും പറയാനില്ല. വളരെ കൃത്യമായിട്ട് അവരാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ ഇത് കൊടുക്കുന്നു. മറ്റുള്ളവരാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നത് ഗ്ലാസ് ജാറിലാണ്, ഞങ്ങളുടെ സ്റ്റാഫ് താമസിക്കുന്നത് നല്ല ഹോട്ടലിൽ നല്ല അക്കോമഡേഷനിലാണ്, ഞങ്ങൾ കണ്ടോ ഗ്ലാസ് ഇട്ട് ഓപ്പൺ കിച്ചണാണ്. 39 രൂപയ്ക്കാണ് ഞങ്ങൾ ഊണ് കൊടുക്കുന്നത്. ഇതൊക്കെ പറയുന്നതിന് പകരം നേരെ നമ്മുടെ മുകുന്ദനുണ്ണി സ്റ്റൈല്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ സ്റ്റൈലാണ്. ഗ്ലാസ് ജാറിൽ പാക്ക് ചെയ്യുന്നതിനെതിരെ എന്താ ആൾക്കാർ, ഈ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു. അവരെന്തിനാ പറയുന്നത് എനിക്കറിയാം, പക്ഷെ അവർ പറയുന്നത് കേൾക്കുന്ന ഒരു സാധാരണ മനുഷ്യനൊന്നും അറിയില്ലല്ലോ. അവരുടെ ഉദ്ദേശം അവരുടെ അജണ്ട എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരാണത് പറയുന്നത്, ആരാണത് ഫണ്ട് ചെയ്യുന്നത്, ഐ നോ. നമ്മളും ജീവിക്കുന്ന നാട്ടിൽ നിലത്ത് നടന്നിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ചാർ കുപ്പിയിൽ ചിക്കനും അത് ഇതും പാക്ക് ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ആരും പറയണില്ലേ, ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. ഇക്കോ ഫ്രണ്ട്ലി ആക്കാൻ നടന്നതാ. ഏത് മറ്റേ 3-4 ഉറുപ്പിക കൊടുത്ത മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ കിട്ടും. അത് ഉപയോഗിച്ച് ഭക്ഷണം പാക്ക് ചെയ്തിട്ട് നാട്ടുകാർക്ക് കൊടുത്താൽ അത് വല്ല രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റേ അതിൻ്റെ 10-20 ഇരട്ടി വിലയുള്ള ഗ്ലാസ് ജാർ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യാൻ നടക്കുക. മരമുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കാൻ കുറേ ജോലിക്കാരും, ഐ മീൻ ജോലിക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരു അതിൻ്റെ കൂടെ എന്നാവാ നമുക്ക് നല്ല സാധനം അങ്ങനെ ആക്കി കൊടുക്കാം. എനിക്കിത് പിടിയിട്ടുന്നില്ല. ഒരു പോട്ടൻ അല്ലേ, കയ്യിലെ കാശും വിശ്വസിച്ച് കൂടെ നിന്നവരെയും നിന്നവരുടെ പണവും അധ്വാനവും സമയവും ഒക്കെ വേസ്റ്റാക്കാൻ നടക്കുന്നത്, ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യം വേസ്റ്റാക്കാൻ നടക്കുന്ന മരം മണ്ടൻ. എനിക്ക് ഓർമ്മയുണ്ട്, 2 വർഷത്തോളം മുമ്പാണ് നമ്മൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് NOC എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ആ പേപ്പർ കൊണ്ട് വന്ന ആൾ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞത്, സാറേ ഇതിന് ജസ്റ്റ് ഫീസ് മാത്രം, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ടാങ്കുകൾക്ക് ഫിൽറ്ററുകൾക്ക് അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വലിയൊരു പൈസയാണ്, അത് കഴിഞ്ഞു, അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ NOCക്ക് നമ്മൾ കൊടുക്കേണ്ട ഫീസ് ലക്ഷക്കണക്കിന് രൂപയാണ്, ജസ്റ്റ് ഗവൺമെൻറ് ഫീസ്. ഇത് വേണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിച്ചില്ല. എടുക്കണം, പൈസ കൊടുത്തിട്ട് എടുക്കണം, കെട്ടിയിട്ട് തള്ളണം. തേങ്ങ അരച്ച കറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ ഭാര്യയുടെ അമ്മ, ഇവരൊക്കെ വരുന്നു, അവർ നാട്ടിൽ 100 പണികളുള്ള ആൾക്കാരാണ്. നിർബന്ധിച്ച് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിക്കുന്നു ഷെഫുമാരെ. തോരൻ വെക്കാൻ ക്യാബേജ് പോലുള്ള വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കരുത്. പിന്നെ വാഴപ്പൂ ഉപയോഗിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം. ഇന്നും വളരെ അപൂർവമായിട്ട് ക്യാബേജ് അഗ്രിമെൻ്റ് ഉപയോഗിക്കുന്നു. ഒരു തേങ്ങയ്ക്ക് 60 രൂപ ഉണ്ടായിരുന്ന കാലത്ത് എന്നോട് എത്രയോ. യെസ്, ഈ ഒരു ലൈവ് കംപ്ലീറ്റ് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ബ്രില്യൻ മാർക്കറ്റിംഗ്, വേറെ ഒന്നും പറയാനില്ല. വളരെ ബ്രില്യൻ്റായിട്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഹംഗ്രി മിനാൽ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതുവരെ എന്ത് രീതിയിലാണ് ഹംഗ്രി മിനാൽ ഫുഡ് കാര്യങ്ങളും കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മൃണാലിൻ്റെ വീഡിയോയിലൂടെ അയാൾ പറഞ്ഞു. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സാധനം വളരെ ബ്രില്യൻ്റായിട്ട് ഇറക്കി ആൾക്കാരെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തു. ഞാൻ നോക്കുന്ന സമയത്ത് മൃണാൽ പൂട്ടാൻ പോകുന്നു എന്ന് മാത്രമാണ്. അതും ഒരു കണക്കിനാക്കിയതായി, കാരണം മൃണാലിൽ കുറേ ഹെയ്റ്റുള്ള വ്യക്തിയാണ് അയാൾ സംസാരം കൊണ്ടായിരിക്കണം ഒരു പക്ഷെ. അപ്പോൾ പൂട്ടാൻ പോകുക എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ നോക്കുകയാണ്. ബ്രില്യൻറ്റ്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്, പല ആൾക്കാരും പറഞ്ഞു കേട്ടു ഇയാൾ വേറെ രീതിയിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി, എന്താ അത് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ശരിക്കും അതല്ല എനിക്ക് തോന്നിയത് കേട്ടോ. ബ്രില്യൻ മാർക്കറ്റിംഗ്, വളരെ സൂപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നൽകാൻ വേണ്ടി നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.